അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു സന്തോഷ വാർത്ത പറയാനാണ്. നമ്മുടെ സൗമ്യക്കുട്ടി വീണ്ടും ഗർഭിണിയായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു സൗമ്യക്ക്, പക്ഷെ സൗമ്യ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെന്തായിരുന്നു പറയാതിരുന്നത്? ടെൻഷനായിരുന്നു. അപ്പോൾ എന്താ പറയണേ, രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടാ. അപ്പോൾ ഇവൾക്ക് അങ്ങനെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്തേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ വേഗം പോയി ടെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ടെസ്റ്റ് അടിച്ചപ്പോൾ പോസിറ്റീവാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇനിയുള്ള എന്താ പറയണേ കാര്യങ്ങൾ എല്ലാവർക്കും ഒരാളും കൂടി വേണമെന്നുണ്ടായിരുന്നു. അതിപ്പോൾ ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയാണെങ്കിലും ആരെയാണെങ്കിലും ഈശ്വരൻ തരുന്നത് തരട്ടെ. അങ്ങനെ അപ്പോൾ ഭയങ്കര സന്തോഷമായി. വേറെ ഒന്നും എന്ത് പറയണം ഇങ്ങനെ പറയണമെന്നൊന്നും അറിയില്ല. എന്നാലും നിങ്ങളുടെ അടുത്ത് നിങ്ങൾ നമ്മുടെ ഫാമിലിയാണല്ലോ, അപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയതാണ്. അപ്പോൾ സൗമ്യക്ക് നാണം ഇതൊക്കെ ആയതുകൊണ്ട് അവളൊന്നും സംസാരിക്കുന്നത് ഞാൻ തന്നെ പറയണത്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവുക. നമ്മുടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ നമ്മുടെ ഫാമിലിയിലെ ഓരോ അപ്ഡേറ്റ്സ് നമ്മൾ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഭയങ്കര സന്തോഷം. പറയാനില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒന്ന് അമ്പലത്തിൽ പോയിട്ടൊക്കെ വരാം കേട്ടോ. പിന്നെ ഹോസ്പിറ്റലിൽ പോകണം. ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് അതിൻ്റെയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വീഡിയോയിലൂടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളിവിടെ ഉണ്ടാവണം. നമ്മൾ എന്താ പറയണേ, ഒരു കുഞ്ഞുങ്ങൾ നമുക്ക് ഉണ്ടാവുന്നതൊക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷം നല്ലോണം ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ നിങ്ങളുടെയും പ്രാർത്ഥന കൂടി ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ വേറെ ഒന്നും പറയാനില്ല, മതിയെന്ന് അവൻ പറയണു. അങ്ങനെ അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാമെന്ന് ഈ വീഡിയോക്ക് പറയണത് ശരിയാണെന്ന് അറിയില്ല, എന്നാലും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവാം. ഓക്കെ, പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കേട്ടോ. ഞങ്ങളെല്ലാം പ്രാർത്ഥനയിലൂടെ എല്ലാം പറയണം. ഞങ്ങൾക്ക് നല്ലൊരു ഉണ്ണിയാവിനെ തരട്ടെ. ഇപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു മോനെ തന്നിട്ടുണ്ട് ഈശ്വരൻ. അതുപോലെ തന്നെ നല്ലൊരു ഉണ്ണിയാവിനെ ഞങ്ങൾക്ക് തരട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ ബൈ.